നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ 1 കിലോയ്ക്ക് 1000 രൂപ വിലയുള്ള ഒരു പയറിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് അതിന്റെ വാസ്തവം എന്താണെന്ന് നോക്കാം. ഇത് വാസ്തവമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം. അങ്ങനെ ഒരു പയർ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ മിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി 1000ഉം 1200ഉം രൂപയ്ക്കു ഈ പയർ ഇവിടെ വിൽപ്പന നടക്കുന്നുണ്ട്. ഈ പയർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന തോട്ടപ്പയറാണ് ഇന്ന് വിപണിയിലെ ഈ വിലപിടിപ്പുള്ള താരം. തോട്ടപ്പയർ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക വലിയ റബ്ബർ തോട്ടങ്ങളിലും മണ്ണിനു നനവ് നിലനിർത്തുന്നതിനും അതുവഴി മണ്ണിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടാതിരിക്കാനും നട്ടുവരുന്നു. അതുകൊണ്ടുതന്നെ റബ്ബർ കർഷകർക്ക് ഈ സമയങ്ങളിൽ തോട്ടപ്പയർ വിളവെടുത്തു വിൽക്കുക വഴി അതും ഒരു വരുമാനമാക്കാനാകുന്നതാണ്. എന്നാൽ ഇവയുടെ വിളവെടുപ്പ് അത്ര എളുപ്പമല്ല. പാകമായ പയറിൽ നിന്നും പയറുമണികൾ വേർതിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ വില നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പാകമായതിനുശേഷം ഉണങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവ പൊട്ടി അതിനുള്ളിലെ പയറുമണികൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് പാകമാകുമ്പോൾ തന്നെ ഈ പയറുകൾ പറിച്ചെടുത്ത് അവ വലിയ തുണികളിൽ വിരിച്ച് വെയിലിൽ ഉണക്കിയെടുത്താണ് പയറുമണികൾ ശേഖരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് തോട്ടപ്പയറിനു ഇത്രയും വില കിട്ടുന്നതെന്ന് നോക്കാം. ഇവ പൊതുവെ മലഞ്ചരക്ക് വ്യാപാരം ചെയ്യുന്ന കടകളിലാണ് നമുക്ക് വിൽക്കുവാൻ കഴിയുന്നത്. ഇവ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കുവാൻ വേണ്ടിയാണ് അവർ വാങ്ങുന്നത്. പ്രധാനമായും മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവ കയറ്റി അയക്കുന്നത്. ഇവ അവിടെയുള്ള വലിയ തോട്ടങ്ങളിൽ നടുന്നതിനായുള്ള വിത്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ അങ്ങനെയെങ്കിൽ തോട്ടപ്പയറിനു തുടർച്ചയായ വർഷങ്ങളിൽ ഈ വില ലഭിക്കേണ്ടതല്ല. അപ്പോൾ ഈ തോട്ടപ്പയറിനു മറ്റു ചില ഉപയോഗങ്ങളുണ്ട്. അവ എന്തെന്നാൽ തോട്ടപ്പയർ മലേഷ്യയിലെ പാരമ്പര്യ വൈദ്യത്തിലെ ചില മരുന്നുകളിൽ ഉപയോഗിക്കുന്നു എന്നതാണ്. സ്തനാർബുദത്തിന് ചികിത്സക്കായുള്ള ചില മരുന്നുകളിലും അവർ ഇവ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ആഫ്രിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും പല വിളകൾക്കുമിടയിൽ മണ്ണിനു സംരക്ഷണമായി ഇവ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാമാണ് തോട്ടപ്പയറിന്റെ ഈ ഉയർന്ന വിലയുടെ കാരണമായി അറിയുവാൻ കഴിയുന്നത്.